നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് ഇന്ത്യ സഖ്യത്തിലെ കരുത്തുറ്റ പങ്കാളിയായ DMK-യിൽ നിന്ന് വരുന്നത്. ഇനി ലോക്സഭയിൽ കോൺഗ്രസിനൊപ്പം തങ്ങൾ ഇരിക്കാനില്ല എന്ന് വ്യക്തമാക്കി കനിമൊഴി സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഇത് വെറും ഇരിപ്പിടം മാറുന്ന ഒരു പ്രശ്നം മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു വലിയ പൊട്ടിത്തെറിയുടെ തുടക്കം കൂടിയാണ്. തമിഴ്നാട്ടിൽ DMK-യുടെ പരാജയത്തിനു പിന്നാലെ വിജയിച്ച വിജയുടെ TVK-യുമായി കോൺഗ്രസ് അടുക്കുന്നു എന്ന വാർത്തകൾ അവിടെ നിന്ന് പുറത്തു വന്നിരുന്നു. അടുക്കുന്നു എന്ന വാർത്തകളല്ല, അടുത്തിരിക്കുന്നു. ഈ അടുപ്പമാണ് കടുത്ത തീരുമാനത്തിന് പിന്നിൽ എന്നാണ് DMK വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യം എന്നത് വെറും തിരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രധാന പരീക്ഷണമാണ്. 2014-ലും 2019-ലും BJP നേടിയ തുടർച്ചയായ വിജയങ്ങളാണ് ചിതറിക്കടക്കുന്ന പ്രതിപക്ഷത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2023-ൽ പാട്നയിലും ബംഗളൂരുവിലും വെച്ച് ഈ സഖ്യം പിറവിയെടുത്തത്. 2024-ൽ ഈ ഐക്യം വലിയൊരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിമറിയുകയാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്കുണ്ടായ തിരിച്ചടിയും തമിഴ്നാട്ടിൽ DMK-യുടെ പരാജയവും സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ഗൗരവകരമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ദീർഘകാല പങ്കാളികളായ DMK-യെ മാറ്റി നിർത്തി പുതിയ വിജയികളുമായി കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയാണോ അതോ വെറും അതിജീവന തന്ത്രമാണോ എന്നതും സംശയമാണ്. ഇവിടെയാണ് സഖ്യങ്ങളുടെ പ്രായോഗിക രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നട്ടെല്ല് കോൺഗ്രസ് ആണ്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദുർബലമാണെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ഡൽഹിയിലോ ബീഹാറിലോ ബംഗാളിലോ ആകട്ടെ സീറ്റ് വിഭജനത്തിന്റെ തർക്കങ്ങൾ ഈ സഖ്യത്തെ വല്ലാതെ ബാധിക്കുന്നുമുണ്ട്. ദേശീയ തലത്തിൽ BJPക്ക് ബദലാവാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ പ്രാദേശിക കക്ഷികളെ ബഹുമാനിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും കോൺഗ്രസ് തയ്യാറാവണം. കനിമൊഴിയുടെ ഈ കത്ത് ജാഗ്രത കുറവിനെ കുറിച്ചുള്ള ഒരു താക്കീത് കൂടിയാണ്. ചുരുക്കത്തിൽ ഇന്ത്യ സഖ്യം രൂപം മാറിയേക്കാം, പക്ഷേ ആ രാഷ്ട്രീയ ഇടം ഇല്ലാതാകില്ല. BJPയുടെ ആധിപത്യത്തെ പ്രതിരോധിക്കാൻ ഒരു ദേശീയ ബദൽ എന്നത് ജനാധിപത്യത്തിന് ഇന്ന് അനിവാര്യതയാണ്. സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകാം, എന്നാൽ ആ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തിനു മുന്നിൽ ഈ ഈഗോകൾ മാറ്റിവെക്കേണ്ടി വരും. ശക്തമായ ഭരണപക്ഷത്തിനു മുമ്പിൽ അതിനേക്കാൾ കരുത്തുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്നത്തെ ആവശ്യമാണ്.